നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി 50യുടെ മൂവാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്ന് ടോട്ടൽ ഇത് മൂവ് ചെയ്തേക്കുന്നത് നമുക്കിവിടെ കാണാം. നിയർലി 1% അടുത്താണ്. 181 പോയിൻറ്റിൻ്റെ ഒരു മൂവും അതുപോലെ തന്നെ താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് ഈ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകൾക്ക് നടുക്കായിട്ട് അത് ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ട് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് റെസിസ്റ്റൻസിൽ പോയി ഹിറ്റ് ചെയ്യാം, അതിനെയും ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ലെവലിൽ പോയി ഹിറ്റ് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതിനെ ബ്രേക്ക് ചെയ്ത് പോയിട്ട് അത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരെ പോയി ടച്ച് ചെയ്തിട്ടില്ല, മറിച്ച് അതിൻ്റെ മധ്യഭാഗത്ത് പോയി ടച്ച് ചെയ്തിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് വീണ്ടും പറയുവാണ്. അതായത് വെറുതെ റാൻഡംലി മാർക്കറ്റ് എവിടെയെങ്കിലും പോയിട്ട് തിരിഞ്ഞു പോരുന്നത് നമ്മൾ കാണാറില്ല, മറിച്ച് 90% സമയവും ഇവിടുന്ന് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ലെവൽ, ഇവിടുന്ന് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ലെവൽ, ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് മാർക്കറ്റിന് എത്താൻ പറ്റുന്നില്ലെങ്കിലും അത് ടേൺ എടുക്കുന്നത് 90% ഓഫ് ടൈമും കൃത്യം മധ്യഭാഗത്തു നിന്ന് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ ട്രേഡിൽ നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ എപ്പോഴെങ്കിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഇന്ന് നിഫ്റ്റി 50യുടെ മൂവ് ഇതുപോലെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് ആണ്. അതിന് 72% വിൻ റേഷ്യോ പ്രോബബിലിറ്റിയാണ് പറയുന്നത്. സോ ദാറ്റ് ട്രെൻഡ് ഫോളോവിങ് ട്രേഡിനേക്കാൾ കൂടുതൽ വിൻ റേഷ്യോ റിവേഴ്സൽ ട്രേഡിന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഡർ ബ്ലോക്കിനെ ബേസ് ചെയ്തിട്ട് റിവേഴ്സൽ ട്രേഡിംഗ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോക്കുകൾ ഒരു 5 സ്റ്റോക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇത് നമ്മൾ വാച്ച് ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രാറ്റജി നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ നമുക്ക് ONGCയിലേക്ക് ഒന്ന് പോകാം. ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തിരുന്നത് ONGCയിലാണ്. നമുക്കിവിടെ കാണാം, ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് 0.95%. ഇത് മാർക്കറ്റിൻ്റെ ലോ ടു മാർക്കറ്റിൻ്റെ ഇന്നത്തെ ഹൈ, നമ്മുടെ സ്റ്റോക്കിൻ്റെ ഹൈയും ലോയുമാണ്. അതായത് 1%ൻ്റെ മൂവ് ഈ സ്റ്റോക്ക് ഇന്ന് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ P&L കാണിച്ചേക്കുന്ന 103 രൂപ മാത്രമാണ്. അപ്പോൾ 103 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ 1:2 റിസ്ക് റിവാർഡിൽ നമുക്ക് കിട്ടേണ്ടത് 400 രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എൻട്രി കിട്ടിയത് തന്നെ ഇന്ന് ഈ കാണുന്ന പോയിന്റിലാണ്. അതായത് 12:20 എൻട്രി കിട്ടിയത്. പക്ഷേ നമ്മളിവിടെ തുടക്കം തൊട്ടേ നോക്കിയിരിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ചെയ്തത് എന്താണെന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ആ സമയത്തെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്നതാണ് എൻട്രി കിട്ടുന്നതിന് തൊട്ട് മുന്നേ. അതായത് നമ്മളുടെ പ്രൈസ് ആക്ഷൻ ലൈൻ നിങ്ങൾക്കിവിടെ കാണാം, ഇതാണ്. അതിന് മുകളിലേക്ക് നമ്മളിവിടെ, അതായത് 245.50 നമ്മൾ നമ്മുടെ എൻട്രി കയറ്റി വെച്ചിരുന്നു. ഒപ്പം തന്നെ നമ്മൾ ഈ മുകളിൽ കാണുന്ന പ്രൈസ് ആക്ഷൻ ലൈനിൽ സെൽ ഓർഡർ ഇട്ടിരുന്നു, താഴത്തെ ബൈ ഓർഡർ ഇട്ടു. അപ്പോൾ ഇത് ഹിറ്റായേക്കുന്നത് ഈ കാണുന്നത് പോലെ 12:20 ഹിറ്റായേക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി, നമുക്ക് ആക്ച്വലി ഈ പ്രൈസ് ആക്ഷൻ പോയിന്റിൽ ബൈ ഓർഡർ ഇട്ട് വെച്ചിരുന്നാൽ മതിയായിരുന്നു. കാരണം എന്താ, ഇവിടെ വരെ വന്നത് ഹിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇത് നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നു. എനിവേ നമുക്ക് ആ എൻട്രി കിട്ടിയതിന് ശേഷം താഴത്തേക്ക് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തു. ഈ പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ വന്നൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം നല്ലൊരു മൂവ് മുകളിലേക്ക് അത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ടാർഗറ്റിലേക്ക് പോകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു നീല ലൈൻ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ അവിടെ ടാർഗറ്റ് കിട്ടാമായിരുന്നതാണ്. ഇന്ന് മാർക്കറ്റ് പക്ഷേ അങ്ങോട്ടേക്കൊന്നും എത്തിയില്ല. അത് പിന്നീട് കൺസോൾട്ടേറ്റ് ചെയ്ത് ഇവിടെ തന്നെ അവസാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോ ദാറ്റ് ഇന്ന് കിട്ടിയ ഈ ഒരു 103 രൂപ കൊണ്ട് എന്ത് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത ദിവസങ്ങളിലെ ഒരു ട്രേഡിന് നമുക്ക് ഏകദേശം ഒരു 45 രൂപയാണ് ചാർജസ് വരുന്നത്. അപ്പോൾ ഒരു 2 ട്രേഡിൻ്റെ ചാർജസ് നമുക്കിവിടെ കിട്ടിയെന്ന് പറയാം. അത്രയേ ഉള്ളൂ. ആരോ നമ്മളുടെ കമൻറ്റിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ട്രേഡിന് പ്രോഫിറ്റ് എത്ര, അപ്പോൾ എത്ര ചാർജസ് വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ട്രേഡ് നമ്മൾ കാണിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മുടെ ക്വാണ്ടിറ്റി നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്, 173 ക്വാണ്ടിറ്റിയാണ്. പ്ലസ്
നമ്മുടെ പ്രൈസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കാൽക്കുലേറ്റർ നമുക്കുണ്ട്, അതായത് സെറോദയുടെ ബ്രോക്കറേജ് കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന ഓരോ ട്രേഡും നിങ്ങൾക്ക് എന്ത് ചാർജ് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെ ആ കാൽക്കുലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പോൾ 173 ക്വാണ്ടിറ്റി നമ്മൾ എൻട്രി എടുത്തത്, പ്രൈസ് നമുക്കിവിടെ കാണാം 245.50 നമ്മൾ എൻട്രി എടുത്തത്, ബൈ എൻട്രിയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 245.50 ബൈ എൻട്രി എടുത്തു. ഇനി സെല്ല് ചെയ്യുന്നത് നിങ്ങൾ അതേ പ്രൈസിന് തന്നെ സെല്ല് ചെയ്താൽ അപ്പോഴാണല്ലോ നിങ്ങളുടെ ചാർജ് എത്ര കിട്ടും, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. അപ്പോൾ നമുക്ക് ചാർജ് എത്ര കിട്ടുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 245.50. ഇവിടെ നമുക്ക് ടോട്ടൽ ഇന്ന് വരുന്ന ചാർജസ് 45 രൂപയാണ് നമ്മുടെ ചാർജ് വരുന്നത്. അപ്പോൾ കമൻറ്റിൽ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ വന്ന അതിന് എത്ര രൂപയെന്ന് ചാർജസ് വന്നതെന്ന് നമ്മൾ കമൻറ്റിന് റിപ്ലൈ തരും. നേരെ മറിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ഇതൊന്ന് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ ആസ് എ ട്രേഡർ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള മടി നിങ്ങൾ മാറ്റുകയാണ്. ക്ഷമ എന്ന് പറയുന്നത് അവിടെ ബിൽഡാവുകയാണ്. 2, നിങ്ങളിത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങളൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിച്ച് പഠിക്കുന്നതിൻ്റെ കുറച്ച് ഗുണങ്ങൾ വേറെയും കിട്ടുന്നുണ്ടാവും. അപ്പോൾ ബ്രോക്കറേജ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക, ചാർജസും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ചാർജസ് ഒരു വലിയ ഘടകമാണോ എന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാർ അതൊരു വലിയ ഘടകമായി കാണുന്നുണ്ട്. അങ്ങനെ കാണേണ്ടി വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു ദിവസം ഒന്നിലധികം ട്രേഡ് നിങ്ങൾ എടുക്കുമ്പോൾ മാത്രമാണ് ചാർജസ് നിങ്ങളെ ബാധിക്കുകയുള്ളൂ. മനസ്സിലാക്കുക, ആസ് എ ട്രേഡർ ഒരു ദിവസം ഒരു ട്രേഡെങ്കിലും എടുത്താലല്ലേ നമുക്കിത് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ട്രേഡിൻ്റെ ചാർജ് നമ്മൾ കണക്ക് കൂട്ടേണ്ട കാര്യമില്ല. ഇനി നമ്മളുടെ റിസ്ക് റിവാർഡ് വെച്ച് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 1:2 എന്ന് പറയുമ്പോൾ ഏകദേശം 400 രൂപയ്ക്ക് മുകളിലാണ് എന്ന് നമുക്കിവിടെ കാണാം. അപ്പം 400 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോഫിറ്റിന് കൊടുക്കുന്ന ചാർജ് എന്ന് പറയുന്നത് കേവലം 45 രൂപയാണ്. അപ്പോൾ 400 രൂപയ്ക്ക് 45 രൂപ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാം ഏകദേശം ഒരു 10% നമ്മൾ കൊടുക്കുന്നുണ്ട്, പ്രോഫിറ്റിൻ്റെ 10%. അപ്പോൾ 90% നമ്മുടെ പോക്കറ്റ് വീഴുക. അപ്പോൾ ഈ ചാർജ് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ചാർജ് ഒരു ഘടകമാകുന്നത് നമ്മൾ ഈ തുടങ്ങുന്ന സമയത്ത് മാത്രമാണ്. അതേസമയം നമ്മൾ ഈ ക്വാണ്ടിറ്റി, ഇപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 1730 ആകുമ്പോൾ നമ്മളുടെ ട്രേഡ് വളരുന്നതിനനുസരിച്ച് ഇപ്പോൾ 8,49,000-ൻ്റെ ടോട്ടൽ ടേൺ ഓവർ നടത്തുന്ന സമയത്ത് നമുക്ക് വരുന്നത് 197 രൂപ മാത്രമാണ്. മനസ്സിലാക്കേണ്ടത് ഈ 400ൻ്റെ സ്ഥാനത്ത് ഇവിടെ 4,300 ആകുന്നുണ്ടാവും പ്രോഫിറ്റ്. അപ്പം 4,300-ന് നമ്മൾക്കിവിടെ 197 രൂപയെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. അപ്പോൾ എത്രയാണ് നമ്മൾ കൊടുക്കുന്ന ചാർജ്? 450 ആയിരുന്നെങ്കിലും ഒക്കെ 10% ആണെന്ന് നോക്കാം. അപ്പോൾ ചാർജസ് ഇപ്പോൾ നന്നായിട്ട് പെർസെൻറ്റേജ് വൈസ് കുറഞ്ഞത് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ എമൗണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ചാർജസ് 10% ഒക്കെ കൊടുക്കുന്നത്. നമ്മൾ വളരുന്നതിനനുസരിച്ച് വളരെ നോമിനലായിട്ട് അത് മാറുന്നുണ്ടാകും. സോ ദാറ്റ് അതിനെപ്പറ്റി ആക്ച്വലി ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഓവർ ട്രേഡിങ്ങിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു ദിവസം നമ്മൾ ഒരു ട്രേഡിൽ കൂടുതൽ ഇപ്പോഴെടുക്കുന്നില്ല. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി കൂടാൻ തുടങ്ങിയത്, നമ്മൾ കോൺഫിഡൻസ് കൂടാൻ തുടങ്ങിയത്, ക്ഷമ കൂടാൻ തുടങ്ങിയത്, ഡിസിപ്ലിൻ കൂടാൻ ഇതെല്ലാം ഈ ട്രേഡിൻ്റെ എണ്ണം ലിമിറ്റ് ചെയ്തപ്പോൾ സംഭവിച്ച മാറ്റങ്ങളാണ്. സോ എത്ര നേരത്തെ വിജയിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു എന്ന് നിങ്ങൾ ജേണൽ എഴുതി തുടങ്ങുമോ, അതേപോലെ എന്ന് നിങ്ങൾ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രമായി ചുരുക്കി ട്രേഡ് എടുത്ത് തുടങ്ങുമോ, അപ്പോൾ തൊട്ട് നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് മുന്നേറുന്നത് കാണാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യാം. വിപ്രോ. നമ്മൾ പറഞ്ഞു നമ്മൾ റിവേഴ്സൽ ട്രേഡാണ് എടുക്കുന്നത്. വിപ്രോ ഇന്ന് ഓപ്പൺ ചെയ്തത് നമുക്കിവിടെ കാണുന്നത് പോലെ ഈ പ്രൈസ് ആക്ഷൻ ലൈനിലാണ് ഇത് ഓപ്പൺ ചെയ്തത്. സോ ദാറ്റ് നമ്മൾ ഇവിടെ സെല്ല് ഓർഡർ ഇട്ട് വയ്ക്കും, ഈ പ്രൈസ് ആക്ഷൻ പോയിന്റിൽ ബൈ ഓർഡർ ഇട്ട് വയ്ക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കാണുന്നത് പോലെ ഏകദേശം 10:25 വീണ്ടും ഈ പ്രൈസ് പോയിന്റിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബൈ എൻട്രി ട്രിഗർ ആകും. പിന്നെ മാർക്കറ്റിൻ്റെ ഇന്ന് ഹൈ വരെ പോയേക്കുന്നത് 0.95% ആണ്. അതായത് 1% അത് ചേഞ്ച് തന്നിട്ടില്ല. സോ ദാറ്റ് ഇതിവിടെ വന്ന് ക്ലോസ് ചെയ്തേക്കുവാണ്. നമ്മൾ പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യും. 1:2 റിസ്ക് റിവാർഡ് അതിൽ കിട്ടത്തില്ല.
ഇനി കുറച്ച് മുന്നേ പറഞ്ഞ കാര്യം ഒന്നും കൂടെ നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇവിടുന്ന് ക്രോസ് ചെയ്ത് പോയിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് അത് ചെന്ന് ഹിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കൃത്യം മധ്യഭാഗത്ത് വന്നത് റിവേഴ്സിൽ എടുത്തേക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഒരിക്കലും റാൻഡം അല്ല, തോന്നുന്ന പോലെയല്ല. മാർക്കറ്റിന് പിന്നിൽ എന്തോ ഒരു മാത്തമാറ്റിക്സ് എല്ലായിടത്തും വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ലോങ് റണ്ണിൽ നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മളറിയാതെ തന്നെ നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. അതായത് ട്രേഡിങ്ങിൽ വിജയിക്കണമെങ്കിൽ വേറൊന്നുമല്ല, ക്ഷമയോടുകൂടെ കുറച്ചധിക കാലം പഠിക്കാൻ തയ്യാറാകുന്ന ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി പവർ ഗ്രിഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് ഓപ്പൺ ചെയ്തു നല്ല രീതിയിൽ മുകളിലേക്ക് മൂവ് ചെയ്യുകയാണ്. നമ്മൾ ഇവിടെ സെൽ ഓർഡർ ഇട്ടിരുന്നുവെങ്കിൽ നമുക്കിവിടെ ഈ കാണുന്നത് പോലെ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ടാകും. നേരെ മറിച്ച് അങ്ങനെയല്ല, നമ്മൾ ഇവിടെയാണ് സെൽ ഓർഡർ ഇട്ടിരുന്നതെങ്കിൽ അവിടെ നിന്നും താഴത്തേക്ക് നല്ലൊരു ഫോൾ കിട്ടിയിട്ടുണ്ട്. അതായത് 1:4 എബോ ഉള്ള ഒരു ട്രേഡ് സെക്കൻഡ് റെസിസ്റ്റൻസിൽ നിന്ന് താഴത്തേക്ക് റിവേഴ്സൽ ട്രേഡ് എടുത്ത ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാകും. 1:4 അല്ലെങ്കിൽ 1:5 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവിടെ ട്രേഡ് എടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇവിടെ ട്രേഡ് എടുത്താൽ നമുക്ക് നോക്കാം. ഇവിടെ ട്രേഡ് എടുത്താൽ അയാൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. മറിച്ച് അവിടെയല്ല, ഈ ഒരു ഡേ ലോയിൽ തന്നെയാണെങ്കിൽ ഇവിടെ വന്ന് ഹിറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാൾക്കാണെങ്കിലും 1:2 അവിടെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇന്ന് ഇതിനകത്താണെങ്കിലും പ്രോഫിറ്റ് കിട്ടാനും ഒപ്പം സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എനിവേ നമ്മളെടുത്ത ആദ്യം കണ്ട രണ്ടിലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇല്ല, പ്രോഫിറ്റിൽ തന്നെ ക്ലോസ് ചെയ്യും. BPCയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നിവിടെ കൃത്യമായിട്ടത് മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സ്ട്രാറ്റജിക്ക് അനുകൂലമായിട്ട് നല്ല രീതിയിൽ മുകളിലേക്ക് മൂവ് ചെയ്തു. നമ്മളിവിടെ ഓർഡർ ഇട്ടിട്ടിരുന്നാൽ, ഈ പ്രൈസ് പോയിൻറ്റിൽ ഓർഡർ ഇട്ടിട്ടിരുന്നാൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഏകദേശം ഒരു 9:40 എൻട്രി കിട്ടും. നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റിലേക്ക് അത് മൂവ് ചെയ്തിട്ടുണ്ട്. 1:3 തൊട്ടടുത്ത് വരെ അത് പോയിട്ടുണ്ട്. 1:2 എന്തായാലും റിസ്ക് റിവാർഡ് അവിടെ കിട്ടുന്നുണ്ടാവും. ഇനി NTPC നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണുന്ന പോലെ അത് വലിയൊരു ഫോളാണ് താഴത്തേക്ക് തന്നത്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ റിവേഴ്സൽ ട്രേഡ് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് 2 സ്റ്റോപ്പ് ലോസും 3 പ്രോഫിറ്റും, ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നില്ല ഇത് രണ്ടെണ്ണത്തിലും, എന്നിരുന്നാലും 3 പ്രോഫിറ്റുമാണ് സംഭവിക്കാവുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ്. ഇനി നമുക്ക് നമ്മുടെ ജേണലും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം ഇതുവരെ നമ്മൾ 8 ദിവസം പ്രോഫിറ്റും 8 ദിവസം ലോസും 50% വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ പ്രോഫിറ്റിൽ 1:2 റിസ്ക് റിവാർഡ് നമുക്ക് ഹിറ്റായിട്ടില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ നിലവിലുള്ളത് 20% നെറ്റ് പ്രോഫിറ്റിലാണ്. ഇതുവരെ നമ്മൾ ഈ വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ 24 ട്രേഡാണ് മൊത്തം എടുത്തേക്കുന്നത്. 10 ദിവസം പ്രോഫിറ്റ് അടിച്ചിട്ടുള്ളൂ, 14 ദിവസവും മെജോറിറ്റി ഡേയ്സും ലോസ് ആയിരുന്നു. അതായത് 42% വിൻ റേഷ്യോ ഉള്ളൂ. എന്നിരുന്നാലും നമ്മൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ തന്നെ ഉണ്ട്. ഇത് സംഭവിച്ചതിൻ്റെ പ്രധാന കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്ന ഒറ്റ പോയിൻ്റാണ്, ഒരു ദിവസം ഒരു ട്രേഡ് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ എന്നതാണ് ഇവിടെ നമുക്ക് ഗുണം കിട്ടിയത്. പക്ഷേ ഇത്രയും കാലം നോക്കിക്കഴിയുമ്പോൾ ഒരു ദിവസം ഓരോ ലോസ് അടിക്കുമ്പോഴും അടുത്ത ട്രേഡ് എടുക്കാനുള്ളൊരു വ്യഗ്രതയാണ് നമുക്ക് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ സംഭവിച്ചത് നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോകുന്ന കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അതല്ലാതെ നമ്മൾ ട്രേഡിൻ്റെ എണ്ണം കൂട്ടിയപ്പോഴൊരിക്കലും നമ്മുടെ പ്രോഫിറ്റ് കൂടിയിട്ടില്ല. അതർവൈസ് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്ത ദിവസം പോലും ചാർജസ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ നെറ്റ് ലോസിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രേഡ് ഒരു ദിവസം ഒരെണ്ണം മതി, പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും. ഇപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ലോസ് ഇവിടെ വളരെ കൂടുതലാണ്, പ്രോഫിറ്റ് കുറവാണ്, എന്നിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റിലാണ്. ഇനി ഈ മാസം വന്നാൽ 50-50 ആണ്, പക്ഷേ നമ്മുടെ ROI വളരെ മികച്ചതാണ്. അപ്പോൾ ഈ നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി കൂടുന്നത് ട്രേഡിൻ്റെ എണ്ണം കുറയുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ മറ്റെന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ കമൻറ്റിൽ ചോദിക്കുന്നതിന് ഒരുപക്ഷെ നമ്മൾ കമൻറ്റിൽ റിപ്ലൈ തരും. അതല്ല എങ്കിൽ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ റിപ്ലൈ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.